സംസാരിക്കുന്നേ. Nissan R35 GTR from hell. എന്താണ് ഫ്ലൈറ്റ് ലോഞ്ച് ചെയ്യാൻ വെച്ചിരിക്കണോ? തീ പിടിച്ചാ ഞാൻ പേടിച്ചു പോയി. കത്തി വണ്ടിക്ക് തീ പിടിച്ച്. ഫ്ലെയിം കിറ്റാണത്. എന്റെ ആളിയാ. എന്ത് സാധനം അതല്ലേ? ശരിക്കും സത്യടാ, എന്ത് സാധനല്ലേ. മഞ്ചേഷൻ ബ്രോ താങ്ക് യു സോ മച്ച് 100. അയ്യോ എനിക്ക് ഇപ്പോഴാണ് എനിക്കിപ്പോ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യെന്നോ. അത്രേ ഉള്ളു മഞ്ചേഷൻ ബ്രോ. അത് നമ്മളെ ഊക്കിയതാണെന്നൊരു ചെറിയ സംശയമുണ്ട്. എന്നാലും അവന്റെ ബാക്കിയുള്ളവന്മാരുടെ മറ്റേ ഇത് കേട്ടപ്പോഴല്ലേ ഒരു സന്തോഷം വരുന്നത്. പോടാ, അതെ സത്യം, ആരുമില്ല, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളേ ബ്രോ. ഓ മൈർ താങ്ക് യു സോ മച്ച് 100. ഗ്ലോറിയ നാളെ തൊട്ട് കറക്റ്റ് ടൈമിൽ വരണേന്ന്. ആർക്കറിയാം, ഇത് വേറെ യൂണിവേഴ്സ് ആയത്. ഇത് നമ്മള് പക്ഷെ നമുക്ക് ഉപകാരമുണ്ട്. അവര് സൂപ്പർ ചാറ്റ് 100 രൂപ അയച്ച് കാര്യം പറഞ്ഞോട്ടെ. എടാ നീ ഇപ്പൊ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലല്ല, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് റീചാർജ് ചെയ്ത് ഫോണൊക്കെ ചാർജ് ചെയ്ത് വെക്കണേ? അതായത് നമ്മുടെ മെസ്സേജ് വേറൊരാളിലേക്ക് എത്തിക്കാൻ. 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നതിന് പകരം നമ്മൾ പുള്ളി ഇടയ്ക്ക് ഇവിടെ 100 രൂപ തരുന്നു, ആ മെസ്സേജ് അവിടെ എത്തിക്കുന്നു, ലൈവും കാണാം. ഞാൻ അതിന്റെ വീട്ടിൽ ഒരു ഇന്റർമീഡിയേറ്റർ ആയിട്ട് ഇരിക്കുന്നു. 100 രൂപയ്ക്ക് 40 രൂപ കമ്മീഷൻ യൂട്യൂബിന് കൊടുക്കുന്നു, 60 രൂപ ഞാൻ എടുക്കുന്നു. നൈസ് ഡീൽ. അതെ 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 അത് എനിക്ക് കേൾക്കാൻ പറ്റൂല. കുഞ്ഞപ്പൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. അണ്ണാ ഹായ്, ഹൗ ആർ യു? ഐ ആം ഫൈൻ ബ്രദർ, ഹൗ ആർ യു? അഗസ്ത്യ ശിവ സൈൻബൻ ഈകളെ മോനെ കിട്ടി, അവൻ വിളിച്ചു മൈരെന്ന്. കുറച്ച് സ്നേഹം കൂടി ചെറുക്കന്, അതുകൊണ്ടാണ് വിളിക്കാത്തത്. കുറച്ച് ഓമനിക്ക്, അവനെ ഒന്ന് കൊഞ്ചിക്ക്, അവനെ ഒന്ന് സ്നേഹിക്ക് നിങ്ങള്, അതുകൊണ്ടാണ് അവൻ വിളിക്കാത്ത. എങ്ങനെ കൊഞ്ചിക്കും? വെപ്പണ്ടി മുറിഞ്ഞു പോയവൻ. രഘുൽ വി എം എന്ന് വേറെ, വെപ്പണ്ടി വി എം, വെപ്പണ്ടി മുറിഞ്ഞു പോയവൻ. തന്നെ അങ്ങനല്ല, വി എമ്മിന്റെ അവൻ പറഞ്ഞത് നീ കഴിഞ്ഞ ദിവസമല്ലേ, നീയാണോ പറഞ്ഞത്? വെറും മരുന്നത്. ആഷിഫ് മുഹമ്മദ് താങ്ക് യു സോ മച്ച് 200. അണ്ണ ഒരു ആരാധകനാണ്. രാത്രിയില് 10:50 നിന്റെ ആരാധന. അതെ സത്യം, പണിയും കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന് നടക്കാത്ത രാത്രി ആരാധന പറയാൻ. സഞ്ജു സാംസൺ ഫസ്റ്റ് ബാറ്റർ ടു സ്കോർ 3 T20 സെഞ്ചുറീസ് ഇൻ എ calendar year. ഫസ്റ്റ് ഇന്ത്യൻ ടു സ്കോർ 2 consecutive centuries in T20s. പാർട്ട് ഓഫ് ദ ഹയസ്റ്റ് T20 പാർട്ട്ണർഷിപ്പ് ഫോർ ഇന്ത്യ. മോസ്റ്റ് 50 scored with the wicket keeper for India in T20s. Top scorer for India in T20 in 2024. Most 6 by an Indian in T20 in 2024. ICC ranking before 1 month 150+. ICC ranking after 1 month 22ാമത്. ഞാൻ പറയട്ടെ, ഇവിടെ സഞ്ജു സാംസന്റെ അച്ഛന്റെ ഓമനപുത്രൻ ഇവിടെ നിൽപ്പുണ്ട്. വലങ്കൈ സീരിയസ് ആയിട്ട് ഇവന്റെ വലിയ സുഹൃത്താണ്. വലിയ സുഹൃത്തല്ലല്ലോ, സാംസൺ അങ്കിൾ എന്നാണ് വിളിക്കണത്. അവൻ രഘുലിന്റെ ഫാമിലി റിലേറ്റീവ് എന്തോ ആണ്. അവൻ എപ്പോഴും അവിടെ പോകും. ഇപ്പം പുള്ളി വിളിച്ചെന്ന് പറഞ്ഞാൽ നാളെ പോണവൻ. സാധനം ഇവന്റെ കൂടെ കൂടി, ഈ രഘുലിന്റെ കൂടെ കൂടി ഇപ്പൊ എന്ത് കണ്ടാലും അണ്ണാ എനിക്കൊരു പെണ്ണ് സെറ്റാക്കി തരുമോ? ഫ്രം ബാംഗ്ലൂർ കോട്ടയം, അനന്തു എസ്. ഞാൻ ഇവിടെ നടത്തണല്ലോടാ, ഞാൻ ഇവിടെ നടത്തണം. ഞാൻ മാട്രിമോണി നടത്തണം. ഞാൻ ഇവിടെ മറ്റേ ഡേറ്റിംഗ് ആപ്പ് നടത്തണം. ഞാൻ ഇവിടെ പെണ്ണിനെ സെറ്റ് തരാം നിനക്ക്. ജെറിയ നാളെ ക്ലാസ് ഉണ്ടോ? ജുറേഷ് നീ ഒന്നും പഠിക്കാൻ പോകണ്ട. നീ പഠിക്കാൻ പോകാതിരിക്കണം. ഒരു ഉപയോഗമില്ല നീ പോയിട്ട്. കില്ലർ ഗെയിമിംഗ് ഒരു ഹായ് കൊടുക്കാമോ? കില്ലർ ഗെയിമിങ്ങിന് ഹായ്. വൈപ്പർ എഫക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 100. അണ്ണ
എന്തോടാ മോളെ മോളെ നീ പഠിച്ചു കഴിഞ്ഞാൽ വിളിക്കണ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഇത് കേസാണ്. വൈഷ്ണവ് ഗവൺമെന്റ് ജോബ് 40 rupees 500 GP തരുമോ? ലൈവ് നോക്കി വണ്ടി ഓടിച്ച് പോലീസ് പൊക്കി. മറ്റേ പയ്യൻ അതെന്റെ തലയില് ലൈവ് നോക്കി വണ്ടി ഓടിച്ച് പോലീസ് പൊക്കി. മൂഞ്ചിക്കോ നീ എന്നാ? ഗവൺമെന്റ് ജോബല്ലേ നിനക്ക്? ബ്രാക്കറ്റിൽ എഴുതി വെച്ചേക്കണം 500 രൂപ കൊടുക്കാനില്ലേ നിന്റെ കയ്യില്? ഗ്ലോറിയ 29 സൂപ്പർ ചാറ്റ്. ഈ ഗ്ലോറിയ തിരക്കില്ലേ മുമ്പ് വരണ്ട് വന്നത്? 2 കിലോ കോഴി വാങ്ങി വരണേ റെജിമോനെ 40 രൂപ സൂപ്പർ. തരം ആൾക്കാരാണ് ഈ ചാറ്റില്. അണ്ണാ ഇത് സീൻ പടമല്ലേ അണ്ണാ? ഇത് ഏതാടാ പടം? ഇവിടെ അടുത്തുള്ള ഇത് ഏതാണ് പടം? ഏതാ ഇത്? ഇത് ഏതായിരുന്നു? വാത്സല്യല്ലോ. ഇതേതാ? തനിയാവർത്തനം. ആ ശരിയാ. ഇതിനകത്താണ് മറ്റേ ചോറിൽ വിഷം കൊടുക്കുന്ന സീന്. അയ്യോ ഹരിക്കുട്ടനും മണിക്കുട്ടിയും ശാന്തൻ ബാലന്റെ മക്കളായി വളർന്നു. എന്റെ അമ്മോ ഈ സീൻ ഭയങ്കര ശ്രേഷ്ഠാണ് കേട്ടാ. നോക്കിയോണ്ട ഒരു സീനുണ്ടെന്നാ. എന്തൊരു സീനടത്. അഭിനയിക്കാൻ പറഞ്ഞാൽ കാണിക്കുമല്ലേ. ഓക്കെ സുനീഷ് എണ്ണ പറഞ്ഞ അഭിഷേക് 40 rupees. മോളെ ഞാൻ ലൈവ് കഴിഞ്ഞ് വിളിക്കാൻ, നീ കഴിച്ചോ? ലവ് യു ഗിരിശങ്കർ. വൈറ്റി കയറിയാൽ ആദ്യമായിട്ടാണ് ലൈവ് കയറുന്നത്, അത് കാരണം വൈറ്റി കയറിയാലും ആദ്യമായിട്ടാണ് ലൈവ് കയറുന്നത്, അത് കാരണം അയച്ചതാണ്. ഹാപ്പി ടു ബി സീ യുവർ വീഡിയോസ് ആൻഡ് വോയിസ്. ആഷിഫ് മുഹമ്മദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച്. തേങ്ങ വീണ് ചുണ്ണി മുളച്ചവൻ 40 rupees. അങ്ങനെയാണെങ്കിൽ ഏത് തെങ്ങാന്നൊന്ന് പറയോ? രഘുലിനെ അവിടെ കിടത്താനാണ്. തിരിച്ചു കിടത്താൻ. വില്ല് 100 rupees. അണ്ണ ഒരു ഉമ്മ തരുമോ? എടാ ഇത് നമ്മുടെ വില്ലു ആണോ? ഇത് അല്ലല്ല ഇത് വേറെ വില്ലു ആണോ? എന്നാലും നിനക്ക് ഉമ്മ തരാം. അണ്ണാ സ്കിപ്പ് ചെയ്യല്ലേ, എന്റെ ഫ്രണ്ടിന് കൊടുത്ത പണിയാ. അളിയാ ഇവളുടെ സൈഡിൽ മരത്തിന്റെ സൈഡിൽ ഞാൻ ഇരിക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തോ. മരത്തിന്റെ സൈഡിൽ വേണം ഇരിക്കുന്ന രീതിക്ക്. ഏതെങ്കിലും ഫോട്ടോ ഒക്കെ ചെയ്ത കാര്യങ്ങൾ കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. വലുതായ പിന്നെ ഈ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ. ഓജി ആണെന്ന്. എടാ ഓജി ആടാ കെവിനെ ആണോ? അല്ല അവന്റെ 100 രൂപ എടുക്കാനില്ല. കടം വാങ്ങിച്ചാ പോലും തരൂല്ല. 50 രൂപ വിളിച്ചപ്പോ തരാല്ലാത്തവനാണ് കേട്ടാ. അതല്ല കെവിനോട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞപ്പോ പറയുവാണ് അവന്റെ 100 രൂപ എടുക്കാൻ ഇല്ലാത്തവനാണെന്ന്. അതുകൊണ്ട് വിശ്വസിക്കത്തില്ലെന്ന്. എന്തൊക്കെയാണോ പറയണേ? മര്യാദക്ക് വേണ്ടേ ബ്രോ? ഡ്രീംസ്കേപ്പ് ബ്രോ താങ്ക് യു സോ മച്ച് 36.99. സ്നേഹം അവന് കൊടുത്തിട്ടില്ല എന്നൊന്നും പറയല്ലേ ഈകളെ. അതൊക്കെ അവന് കിട്ടിയിട്ട് വേണം. അടുത്ത ആഴ്ച ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ ആ കൊച്ചുമുണ്ടയ്ക്ക് ഗെയിമിംഗ് സാധനം വാങ്ങാൻ പറയും. എന്ത് ചെയ്യാനാ? പപ്പയുടെ മോനല്ലേ, വാങ്ങിച്ചു കൊടുക്കണം. ഗെയിം കളിക്കാനല്ലേ, പയ്യൻ കളിക്കട്ടെ. അണ്ണാ കൊച്ചു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ലൈവ് കാണും, വഴക്കാണ്. നെയിം വൈപ്പർ എഫക്ട്സ് ഞാൻ വല്ല പറയും കേട്ടോ. അതിന്റെ ഇവിടെ ഇതൊക്കെ തന്നെ അണ്ണന്റെ തലയിൽ തന്നെ ബ്രേക്കപ്പ് അവിടെ ദൈവമേ. സാക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 179 rupees സൂപ്പർ ചാറ്റ്. വാലോ ഇനി എപ്പോഴാണ് മിസ് ചെയ്യുന്നുണ്ട് പഴയ ലേറ്റ് നൈറ്റ്. വാലോ ഞാനിപ്പോൾ അധികം അങ്ങനെ കളിക്കാറില്ല ബ്രോ. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. റീസൺ ഞാൻ പറയാടാ. എന്ന് വാലോ കളിച്ചാലും അങ്ങ് ഡിപ്രഷൻ ആവുക. സത്യം പറയാലോ. ഒന്നെങ്കിൽ ടീമിൽ വരുന്ന റാൻഡോ അണ്ണാൻ പണ്ണികളോടുള്ള അടി, അല്ലെങ്കിൽ കസ്റ്റം കളിച്ച് 5 പേരുമായിട്ട് കസ്റ്റം കളിച്ചാൽ 5 പേരും തമ്മിലടി. ബന്ധങ്ങൾ പോകുന്നത് കൊണ്ട് നിർത്തി. ഞാനാണ് രഘുല എന്നെ കിടത്തണ്ടാന്നോ?
തേങ്ങ വീണ ചുണ്ണി മുളച്ച 40 rupees. ഓക്കെ MG3 ചന്ദ്രബോസിന് അടി ചന്ദ്രബോസ് രക്ഷപ്പെടും സ്റ്റാർക്ക് ലോകനും കൂടെയാണ് ചന്ദ്രബോസിന് അടിക്കുന്നത്. ചന്ദ്രൻ ഇറക്കിയട്ടെ ഇന്നലത്തെ ഒരു പിക്ക് മാത്രം വെട്ടി മോണ്ടേജ് ആക്കി കേട്ടാ ചന്ദ്രൻ. ഒരു പിക്ക് മാത്രം വെട്ടി മോണ്ടേജ് ആക്കി കേട്ടാ. കുറച്ചു നാളായില്ലേ ഇംതിയാസ് ഈകളെ ആ പാവം പൂച്ചക്കുട്ടിക്ക് ഒരു പെണ്ണ് സെറ്റാക്കി കൊടുക്ക്, ചെക്കൻ ഫുള്ള് ഡിപ്രഷൻ ആണെന്ന്. ഇംതിയാസ് പൂച്ചക്കുട്ടിക്ക് അവനോട് ഞാൻ ചോദിച്ചു, ഇംതിയാസ് ബ്രോ അവനോട് ഞാൻ ചോദിച്ചു നിനക്കൊരു ഫ്രണ്ട് ഉണ്ടോ? അന്നേരം അവനോട് പറയാ ഞാൻ കോളേജിലൊക്കെ കുറച്ചേ പോയിട്ട് കോളേജ് സ്കൂളിലൊക്കെ കുറച്ച് ദിവസങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ, അതുകൊണ്ട് ഇതുവരെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന്. ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാൻ നാണമുള്ള അവൻ പെങ്കൊച്ചോട് സംസാരിക്കേണ്ട. ആദ്യം അവൻ്റെ അടുത്ത് 5-6 ഫ്രണ്ട്സിനെ ഈ ലൈവും കണ്ടുകൊണ്ടിരിക്കാതെ ഇതിൻ്റെ പുറത്തിറങ്ങി 5-6 ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ ഞാൻ അവനോട് പറഞ്ഞേക്കുക. അവൻ ആദ്യം അതുണ്ടാക്കട്ടെ. നീ അതുണ്ടാക്കിയിട്ട് അതെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെന്ന്, അവന് ഫ്രണ്ട്സ് ഇല്ലെന്ന്. ഫ്രണ്ട്സ് ഇല്ലെന്ന്. എടാ നിങ്ങൾ ഗൈസ്, ഞാൻ ഈ ചാറ്റിലുള്ളവരടുത്തും പറയുക, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഈ ഫ്രണ്ട്ഷിപ്പ് അതൊന്നും ഇല്ലെന്ന് പറയരുത്. നമുക്കിതൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. വെറുതെ ഈ ലൈവൊക്കെ കണ്ട് ഗെയിമും കളിച്ച് വീടിനകത്തിരിക്കരുത്. ഒരു ആവശ്യം വന്നാൽ ഓൺലൈൻ ഫ്രണ്ട്സൊക്കെ വരുന്നവരുണ്ടാവും, വരാൻ സമയമെടുക്കും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ബട്ട് സ്റ്റിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടുകളും എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവണം. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ആപത്ത് കാര്യത്തിൽ ഒരു സഹായിക്കാൻ ഒരാളെങ്കിലും നമ്മുടെ തൊട്ടടുത്ത് വേണം. അതുകൊണ്ട് ചുറ്റുമുള്ളവരോട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ജീവിക്കരുത്. എൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതാണ്, എപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. കേട്ടില്ല എനിക്ക് തോന്നുന്നു. എടാ അതല്ല ഞാൻ പറയണ ശരിയാ, നീ ഒന്ന് ആലോചിക്ക്. എൻ്റെ കല്യാണം ലാസ്റ്റ് നവംബറിലായിരുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം 3 മാസം കഴിഞ്ഞ് എനിക്ക് കൊച്ചി എനിക്കാൻ പോണ്. അതാ അണ്ണന്റെ മെടുക്ക്. അങ്ങനല്ലടാ പറഞ്ഞേ. എടാ എന്നാലും ഭയങ്കര സ്പീഡിലല്ലേ പോയത്. എന്താ നീ ഉദ്ദേശിച്ചേ? അല്ല അങ്ങനെയല്ല, അല്ല ഇവനാണ് ചോദിച്ചത്. വാസണ്ണ ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴാണ് നെക്സ്റ്റ് മൂവി കട്ട വെയിറ്റിംഗ്. ഹി സൂയി 100 rupees സൂപ്പർ ചാറ്റ്. എടാ എനിക്കും പെണ്ണില്ല, സിംഗിൾ ആണ്, സെറ്റാക്കി തരുമോ ജോക്കർ ബ്രോ? ഞാൻ വൈഫിനെ വിളിച്ച് പറയാം. ജോക്കർ ബ്രോ ഒരു മിനിറ്റ്. എടാ ജോക്കർ ബ്രോ വൈഫിനെ ഒന്ന് വിളിച്ചടാ. ഞാൻ ഇപ്പൊ അതിപ്പോ സെറ്റാക്കി തരാം. പ്രശ്നമൊന്നുമില്ല, ഞാൻ സിനിമാടനാണോ എന്റെ വിചാരിച്ചിരിക്കണ? ഹി സൂയി ലോറിക്കടിയിൽ ചുണ്ണി പോയവൻ ചുണ്ണി ചതഞ്ഞവൻ 40 rupees. അണ്ണ രഘുലാണ് എന്റെ അച്ഛൻ. ഈകളെ വൈഫ് വിളിച്ചിട്ട് എടുക്കുന്നില്ല, ലൈവിൽ കാണും. മോളെ എന്നെ വിളിക്ക് ചേട്ടൻ വെയിറ്റിംഗ്. ഡെവിൻ ബ്രോ വെൽക്കം ടു സ്ട്രീം. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു ഡെവിൻ ബ്രോ. ഡോണി PTP ബ്രോ, ഞാൻ പൂച്ചക്കുട്ടിയുടെ ഫ്രണ്ടാണ്, എൻ്റെ അനിയനാണ് അവൻ. ഡോണി ബ്രോ അവൻ എന്നോട് പറഞ്ഞത് അവന് ഫ്രണ്ടേ ഇല്ലെന്നാണ്. ഞാൻ ഒരു ഫ്രണ്ടിന്റെ പേര് വെച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞു. നിങ്ങളെ ചതിച്ചു. ഫേക്ക് ഫ്രണ്ട്. മാക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 40 rupees സൂപ്പർ ചാറ്റ്. ജനിച്ച ഒറ്റയ്ക്കാണേലും മരിക്കുന്ന ഒറ്റയ്ക്കാണെന്ന്. ഓഹോ ശരി. അല്ല പിന്നെ ഇനി മരിക്കാൻ നേരം നമുക്ക് മറ്റേ കപ്പിൾസ് ആയിട്ട് കുഴിയെടുക്കാം. മറ്റേ അവന്റെ ബുക്കാട്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുഴിയിൽ തന്നെ ഒരു സ്ഥലം എല്ലാം എടുക്കാൻ പോകും. നീ ആരടാ എന്റെ രഘുലേ? നീ എന്ത് പെണ്ണും പിള്ള എന്റെ? നീ സതി കളിക്കണം. നീ ഞാൻ ചാവുമ്പോ എന്റെ കൂടെ കയറി പൊതുവെ നല്ല എല്ലാരും അതാ പറയണേ. അവള് പോലും അങ്ങനെയാ പറയണേ. നിങ്ങൾ ഒരുമിച്ച് റൂമിൽ കിടത്താൻ വരെ പേടിയാണ്. Really? എന്താ I am the king of the skies. I am the king of the skies. Really? Really? Release the eagle. Release the what? എന്ത് സാധനമല്ലേ അതൊക്കെ. സത്യം. ആഷിഖ് അൽവി ബ്രോ താങ്ക് യു സോ മച്ച് 40. എന്നാ റെഡ് റിഡംഷൻ 2 എന്നാണ് റിസൾട്ട് ചെയ്യും? ഞാൻ ഓൾറെഡി എക്സ്പ്ലനേഷൻ കൊടുത്തൊരു സാധനമാണ്. എന്നെ ഡിപ്രഷനിലാക്കരുത് പ്ലീസ്. The duo everybody wants.
എടാ എന്നെ എല്ലാവരും കൂടെ പറഞ്ഞു വിട്ടറാടാ അവിടെ നിന്ന്. എൻ്റെ അടുത്തുനിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയതാ എൻ്റെ സായിപ്പിനെ. ഞാൻ കളിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ സംഗതി അവർ പറയണ ശരിയാ, എനിക്ക് കളിക്കാൻ അറിഞ്ഞൂടാ ഇപ്പം. BGMI കുറ്റം പറയാൻ അത് കുറ്റം പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് വിഷമോയത്. എൻ്റെ അവരുടെ 50 ഡിന്നർ ചലഞ്ച് ഞാൻ കാരണമാണ് മുടങ്ങി പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എടാ ബോബുട്ടാ, ഞാൻ അത് കാര്യം എന്താ പറയട്ടെ, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, കളി നിർത്തി. പക്ഷെ ഇതുവരെ സായിപ്പ് 50 ഡിന്നർ അടിച്ചിട്ടില്ല. അവന് രണ്ടാമത്തെ കൊച്ചാകുമ്പോൾ എന്റെ പ്രാക്കോ. എടാ അവന് 50 ഡിന്നർ ചലഞ്ച് പോലും ആദ്യമേ ഒരു സീരിയസ് ആയിട്ട് കൊടുത്തത് ഞാനാണ്. അല്ല പിന്നെ അണ്ണാ ഇന്ന് രാത്രി ഉൽക്ക പോകുന്നുണ്ടെന്നോ? നിഹാൽ 40 റുപ്പീസ്. എന്റെ ഒരു സമയം വെച്ചിട്ട് നിഹാൽ ബ്രോ, അത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഉൽക്ക വീഴുന്നുണ്ടെങ്കിൽ അത് ഗെയിമിംഗ് റൂമിന്റെ മണ്ടയ്ക്ക്, അതിന്റെ അപ്പുറത്ത് വേറൊന്നുമില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇല്ല നിങ്ങൾ ആരും പേടിക്കണ്ട. എന്റെ സമയദോഷം അങ്ങനെയാണ്. എന്റെ സമയം വെച്ചിട്ട് അത് എന്റെ തലയില, അത് വേറെ അങ്ങും വീഴൂല. ഇവിടെ ഇപ്പൊ തന്നെ വീഴും, ഒരു ലൈവിൽ തന്നെ വീഴും. ലൈവിൽ തലയിൽ ഉൽക്ക വീണും, അതങ്ങനെയാണ്, അങ്ങനെ വരുള്ളത്. അഗസ്ത്യ മോനെ കിട്ടി. അവന്റെ അമ്മ എന്റെ വൈഫ് ഉണ്ടേൽ എന്നെ വിളിക്കാൻ പറയോ ഈകളു. അഗസ്ത്യ ബ്രോ ഞാൻ വല്ലതും പറയോ? അഗസ്ത്യ ബ്രോ എന്തിനു നിങ്ങളൊക്കെ പ്രശ്നം? സത്യം. അന്തപ്പം പാപ്പ 40 റുപ്പീസ്. അണ്ണാ കൊല്ലം വരുമ്പോ പറയണേ. ഓ പറയാം. ഓ മെയ് കണ്ട ഞാൻ പറഞ്ഞില്ലേ, മെയ് ബോളൊക്കെ കട്ട് ചെയ്യാനിരിക്കുന്നു കേട്ടാ. കണ്ട വൈറ്റ് സ്ട്രീം ഇത്. അയ്യോ എത്ര എണ്ണം വരുമെന്ന് തമ്പുരാൻ അറിയാൻ കേട്ടാ ഇന്നത്തേന്. ഇതെന്താ പറഞ്ഞേ? ഷിബിൽ ഷാബ്രോ താങ്ക് യു സോ മച്ച് 25 SAR. ഇന്ന് മരിച്ച നാൾ കൂട്ടുകാരി പട്ടിക്കെട്ടായിരുന്നു. ജനിച്ചു വളർന്നു ഒരുമിച്ച് പോയി. ഇന്ന് മരിച്ച 4 കൂട്ടുകാരെ പറ്റി കേട്ടായിരുന്നു. ജനിച്ചു വളർന്നു ഒരുമിച്ച് പോയി. അയ്യോ ബ്രോ സബ്ജക്റ്റ് വിട്. ഞാനത് പെട്ടെന്ന് വായിച്ചത്. നമ്മള് പെട്ടെന്ന് സന്തോഷിച്ചുകൊണ്ടിരുന്നത് അത് കേട്ടപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി. വേറെ എന്ത് പറയാനാണ് അതിൽ? ഒന്നും പറയാനില്ല. എന്താ ഒരുമാതിരി വല്ലാത്ത അവസ്ഥ. നമുക്ക് നാളെ എന്ത് സംഭവിക്കും എന്നൊന്നും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ബ്രോ. എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും ഓൾറെഡി നമ്മൾ അതിൻ്റെ കാര്യം പറഞ്ഞ അണ്ണാ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. പ്ലീസ് രക്ഷിക്കുന്നു. വൈഷ്ണവ് ഗവൺമെന്റ് ജോബ് 40 റുപ്പീസ്. ജയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വാ ബ്രോ. ഇപ്പൊ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയ ഇന്റർവ്യൂവിനൊക്കെ വിളിക്കും ആൾക്കാർ. എക്സ്പ്ലോർ ചെയ്തിട്ടോ വാ. പുതിയ മുഖം പാട്ട് പാടാമോ? അമ്മി ഓക്കെ നല്ല പാട്ട്. താങ്ക് യു സോ മച്ച് 40. അണ്ണാ ട്രിപ്പ് വിട്ടാലോ? പറഞ്ഞു കഴിഞ്ഞാൽ പാടണം. നീ ഒരു തടിമയാണ്. നിന്റെയൊക്കെ ലിറിക്സ് എന്താ വെച്ചാ ടൂണെന്തോന്ന് എനിക്കറിയത്തില്ല. ഓക്കെ എന്തായാലും ഇത്ര നാണക്കെട്ട് ബാക്കി നാണക്കെട്ട് കിടത്തെ. പാടി കാണി കാണി കാതടയും രോദനമിങ്ങും കാണി ന്യൂ സബ്സ്ക്രൈബർ പോയി പോക്കണ്ട. സീൻ കേട്ടാ, സീൻ നോക്കിക്കോട്ടെ. കാതടയും രോദനമിങ്ങും ദൂരെ ദൂരെ എങ്ങേ കാന്തമായി ഗാനം പോലെ കതിരണിയും കനകനിലാവ് ദൂരെ ദൂരെ എങ്ങേ കാന്തമായി. ചെവി തല കേൾപ്പിക്കില്ലല്ലോ. ഒരു സ്വാന്തനം മൃദുസ്വാന്തനം നിന്നെവിടെയാ മുഴുവൻ എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പാടുന്നത്. ഓക്കെ ഒന്നുകൂടി. ഇനി എവിടെയാണ് അകലുന്നൊരു പുലരി സൂര്യമുഖം പിന്നെ വന്നിരുന്ന് ഓളയിട്ട് പേടിപ്പിക്കുന്നു.
ഞാൻ പോയി ലക്സി നിന്റെ കഷ്ടകാലമാണ് കേട്ടോ ഈയിടെ ആയിട്ട് നിനക്ക് ഭയങ്കര. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും ഉണ്ടല്ലോ, എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അണ്ണാ വന്ന വഴി മറന്നു അല്ലേ? ഞാൻ ആരാ? CG വൈബർ. CG വൈബർ ബ്രോ, ഞാൻ ഒരു പറയട്ടെ, അന്ന് തന്ന 29 രൂപ ഇപ്പോഴും എൻ്റെ പേഴ്സിലുണ്ട്. സത്യം, ഞാൻ മറന്നിട്ടില്ല നിങ്ങളെ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊലുക്ക വീടാണ്, കേരള വിഷൻ ആയതുകൊണ്ട് ലൈവ് പോവില്ല. വിഷ്ണു ബ്രോ അത്രേ ഉള്ളൂ. എടാ പെരുമഴ, റെഡ് അലേർട്ട്, പത്തനംതിട്ടയിലെ റെഡ് അലേർട്ട്. എന്റെ വീടിന്റെ താഴത്ത് നില മുങ്ങി. ഇപ്പൊ എല്ലാരും എല്ലാരും ഞങ്ങളിപ്പോ അടുക്കളയൊക്കെ ഇപ്പൊ ഗെയിമിംഗ് റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സൈഡ് ക്യാമറ കാണിക്കാത്തത്. ഇവിടെ ഇപ്പൊ മമ്മി രാത്രിയിലേക്കുള്ള കുക്ക് ചെയ്യുന്നു, വെള്ളം മുങ്ങിയിരിക്കുക. കേരള വിഷൻ കണ്ടാ നിക്കുന്നുണ്ടാ? കട്ടക്കെന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് നെറ്റ്വർക്ക് എവർ ഇൻ ദ വേൾഡ്. കേരള വിഷൻ അതൊന്നും പോവില്ല അങ്ങനെ, മനസ്സിലായ? മോനെ നിന്റെ ഉമ്മ കിട്ടാണ്ട് ഉറക്കം വരുന്നില്ല. സൂരജ് എസ് വാസുദേവ്. സൂരജ് ബ്രോ, ഉമ്മ ബ്രോ പാവൻ. ഞാൻ താങ്ക് യു സോ മച്ച് 1.99. എൻ്റെ ഫ്രണ്ട് ജിറ്റോയുടെ ബർത്ത്ഡേ ആണ് ഒന്ന് വിഷയം. ജിറ്റോ ബ്രോ മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ, ഹാപ്പി ബർത്ത്ഡേ. അണ്ണാ കോഴിക്കോട് വാ, ചില്ലാക്കാം. 40 rupees. വരാം ഒരു ദിവസം വരാം. ഇതെന്തൊരു കൊറേ കണ്ടന്റ് കണ്ടു. അപ്പൊ ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ 70 രൂപയുടെ പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസും പിമ്പിൾസും റിങ്കിൾസും ഒഴിവാക്കാൻ പറ്റുന്ന ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വിശ്വസിക്കൂ. കാരണം ഇത് ഞാൻ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാണ്. ഇത് ഞാൻ സ്വന്തം വാങ്ങിയാൽ പ്രൊമോഷൻ ഒന്നല്ല. അപ്പൊ ഇത് കുറെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഒരു ഫിറ്റ്നസിന് വേണ്ടിയാണ് ബ്രോ. ഞാൻ ഇവിടെ ഇങ്ങനത്തെ ഇതല്ല, ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്യണേ? കേസ് ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ശ്രീരാജ് ഒഫീഷ്യൽ ചാനലിൽ പോയി കാണുക. ഞാൻ ഇങ്ങനത്തെ സാധനം ഒന്നും പറഞ്ഞാൽ ശരിയാവൂല കേട്ടാ. എനിക്ക് ബഫറിംഗ് ഒന്നും അല്ല, അതൊക്കെ ചുമ്മാ അവന്മാർക്ക് അത് ബഫറിംഗ് ഉണ്ടെങ്കിൽ അവന്മാര് ബഫറിംഗ് കാണണ്ട ബഫറിംഗ് ഉണ്ടെങ്കിൽ. ഇത് കേരള വിഷൻ ആണ്, മനസ്സിലായ? ഒരു ബഫറിങ്ങും വരൂല, ഒന്നും വരൂല. അവന്റെയൊക്കെ നെറ്റ് മാറ്റാൻ പറ, കേരള വിഷൻ എടുക്കാൻ പറ. കേരള വിഷൻ എടുക്കണം. നീയൊക്കെ ബഫറിംഗ് ഉണ്ടെങ്കിൽ കേരള വിഷൻ എടുക്കണം. കേരള വിഷൻ പ്രമോഷനാ എടാ, പ്രമോഷൻ ഒന്നും അല്ല. ഞാൻ പ്രമോഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇപ്പൊ കേരള വിഷനായിട്ട് കൊളാബ് ചെയ്യാൻ പോണ ഉടനെ, മനസ്സിലായ? അവിടെ വയറ് വലിക്കുന്ന ആഡ് ചെയ്യാൻ പോണു ഞാൻ. കുഞ്ഞുകളിയാണെന്നാണ് നീയൊക്കെ വിചാരിച്ചേ. അണ്ണാ എന്നെ ഓർമ്മയില്ലേ? ചുണ്ണി ദാനം ചെയ്തവൻ. പിന്നെ നിന്നെ ഓർമ്മയുണ്ട് അണ്ണാ. വണ്ടി ഇപ്പൊ ലുക്ക് ആയിട്ടുണ്ട്, നല്ല കളർ, ഗുഡ് ജോബ്. നസാരിയ ബ്രോ താങ്ക് യു സോ മച്ച് ഓഫ് ദ 40. മണിയും വൈഫും ഡിവോഴ്സ് ചെയ്തു, താങ്ക്സ്. മോനും വൈഫും ഡിവോഴ്സ് ചെയ്തു, താങ്ക്സ് ഈഗിൾ ബ്രോ. അഗസ്ത്യ പുള്ളിയുടെ കാര്യം ഏകദേശം സെറ്റിൽഡ് ആയ. ഒരു ഏകദേശം 100 dirhams ഇവിടെ പോയി. കുഴപ്പമില്ല, ഹാപ്പി. ജീവിതത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ലോഡിങ് ഉള്ളവന്മാരൊന്നും കാണണ്ട ലൈവ്, അങ്ങനെയുള്ളൂ. കേരള വിഷൻ എടുത്ത് നിനക്കൊക്കെ ലോഡാവുന്നെങ്കിൽ. ഞാൻ പറഞ്ഞില്ലേ അല്ലിക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. ഗംഗ ഇപ്പൊ പോകണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ. അയ്യോ എന്തായ ഉനക്ക് എപ്പോഴോ ധൈര്യം. കേക്കുന്നുണ്ടാ? സത്യല്ലേ? ഫോണൊക്കെ വിളിച്ചു കൊടുത്ത് ഇനി എല്ലാം കേക്കും കറക്റ്റ് ആയിട്ട്. ഇനി എവിടെയും പോവാം. അനന്തൻ പാപ്പൻ താങ്ക് യു സോ മച്ച് 40 ബ്രോ. രഘുലിന്റെ ചന്തി കാണിക്കുമെന്ന്. ഇവിടെ എല്ലാരും ഇതൊക്കെയാണോ രഘുലെ റിക്വസ്റ്റ് ചെയ്യുന്നത്? നമുക്ക് ഒള്ളി ഫാൻസ് തുടങ്ങിയാലോ? ഒള്ളി ഫാൻസ് തുടങ്ങട്ടെ രഘുലിനെ വെച്ച്. നിങ്ങളൊക്കെ വരുവോ? നിന്നെ വെച്ച് തുടങ്ങാം. എടാ വില്ല് വീണ്ടും 100 രൂപ. അണ്ണാ പാച്ചു എന്നൊരു കുട്ടി ഇടാൻ പറഞ്ഞു, ഇട്ടു. അണ്ണാ പൈസ അടിച്ചു മാറ്റിയേട്ടാ. ഏത് പാച്ചു? സിറ്റിയില് ലൈവ് കാണുന്നേ? താങ്ക് യു പാച്ചു. അല്ലാതെ നീ 5 പൈസ എനിക്ക് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ലടാ വില്ലു. അതെനിക്ക് അപ്പഴേ അറിയാമായിരുന്നു ആരോ ഏൽപ്പിച്ചതാണെന്ന്. ഗായത്രി ജിഷ്ണു താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. അണ്ണ ഒരു ബ്ലാക്ക് ഫ്ലിപ്പ് അടിച്ചാൽ 1000 രൂപ സൂപ്പർ ചാറ്റ്. നടുവെട്ടി ഇവിടെ വീണ് പെണിഞ്ഞിറങ്ങണ കാണണോ? ഞാനൊരു കാര്യം പറയട്ടെ, 1000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ലോസ്റ്റ് ഇൻ മ്യൂസിക് ബ്രോ 1000 രൂപയ്ക്ക് ഞാൻ ബാക്ക് ഫ്ലിപ്പ് അടിച്ചാൽ എന്നെ ലൈവായിട്ട് ആശുപത്രി കൊണ്ടുവന്ന് കാണാം. തലയും തല്ലി വെള്ളം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ആശുപത്രി പോയ വേറെ മാർഗമില്ല. ബോട്ടിൽ പോണം. ബോട്ടില് കുറച്ചുമ്പോ കടയിൽ ഫുഡ് അടിക്കാൻ പോയത് തോണി തൊഴിഞ്ഞാണ് കടയിൽ പോയത്. കളഞ്ഞൂര് വരെ തോണിയിലാണ് പോയത്. തലയും തല്ലി വീണ ചത്തുപോകും. ഒരു സംശയമില്ല ബാക്ക് ഫ്ലിപ്പ് ഒക്കെ അടിച്ച. അണ്ണാ ട്രൈ എന്നോ
എടാ പോടാ അവിടുന്ന്, നിനക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കറണ്ട് അടിച്ചുകൂടെ വീണ് ചാവേണ്ട. 50 പുഷപ്പ് അടിച്ചിട്ട് എനിക്ക് ശ്വാസം ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ CPR 50. എന്നാ 30 തർക്കിക്കാൻ വയ്യ. ചുമ്മാ സമ്മതിച്ചോട്. ഭ്രാന്തനാണ്. എനിക്കെങ്ങും വയ്യ, പോടാ അവിടെ. ഞാൻ ചത്തു ബ്രോ, ഞാൻ ചത്തു ബ്രോ, സത്യോട് ഞാൻ ചത്തു. only 13K ലൈക്ക്. ആ 2000 പേര് വീണ്ടും ലൈക്ക് അടിച്ചു. ട്രൈ എന്നാ ഇവിടെ ചാറ്റ് മൊത്തം ട്രൈ. ഒരു അടിയില്ലേണ്ടാ. ഹെഡ്ഫോൺ ഒരു ചെയർ മാറ്റത്ത് കറങ്ങി അടിച്ചാ. ഞാൻ ചത്തു, സത്യോട് ഞാൻ ചത്തു. എടാ പോടാ അവിടെ. ഇല്ല എനിക്ക് പേടിയാ പോ. only fans ചന്ദ്രനെ വെച്ച് മതി. അത് ശരിയാ, കുപ്പിക്കണ്ട ഹംസ ബ്രോ. സത്യം. റാൻഡമൈസ് വൈ നോട്ട് ടിച്ച് സ്ട്രീമിംഗ് ബ്രോ. ഞാൻ ടിച്ചിൽ സ്ട്രീം ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ മാനേജർ പുള്ളി പറഞ്ഞ് ഇപ്പം ചെയ്യണ്ടാണെന്ന് അവരൊരു കോൺട്രാക്റ്റിനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടായിട്ട് സ്ട്രീം ചെയ്ത് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നിർത്തി വെച്ചിരിക്കുന്നത്. അണ്ണാ എന്നെ വീണ്ടും മറന്നു. ദിയെ, എനിക്ക് നിന്നെ നല്ല ഓർമ്മയുണ്ട്, അന്നും എനിക്കും. പക്ഷേ നിന്നേക്കാളും ഇമ്പോർട്ടൻ്റ് എനിക്ക് എൻ്റെ വൈഫായി പോയി. അവളെ മറന്ന് ഞാൻ ഒന്നും ചെയ്യത്തില്ല ദിയെ. ഐ ആം സോറി. നമുക്കെല്ലാം പഴയ കാര്യങ്ങളൊക്കെ മറക്കണം ദിയ, പഴയ കാര്യങ്ങളൊക്കെ മറക്കണം. ഞാൻ മൂവ് ഓൺ ആയി. എനിക്കൊരു കുഞ്ഞുണ്ട്. ഞാൻ ഫ്രണ്ടിലോട്ട് മൂവ് ഓൺ ആയി കഴിഞ്ഞു. നീയും മൂവ് ഓൺ ആവണം. എനിക്കതേ പറയാവുള്ളൂ.